ആവുന്നുള്ളൂ. ആ തരത്തിൽ ഈ ജാതി വ്യത്യാസം ഇൻസൾട്ടാണെന്ന് വിചാരിക്കാതെ അക്സെപ്റ്റ് ചെയ്തിട്ടൊരു കാലം ഇന്നലെ വരെ ഉണ്ടായിരുന്നു. അതുള്ളൂ. മറ്റൊന്ന് ഈ വെട്ടുനൂർക്ക് ഇല്ല. അരയ്ക്ക് മേലെ തുണി മറയ്ക്കാൻ അവകാശമില്ലാതിരുന്ന അവർണ ജനതയുടെ മേലാറുകൾ കാണിച്ച ക്രൂരതയ്ക്ക് ലോകത്തെവിടെയും സമാനതയില്ല. വഴി നടക്കാനും തുണിയെടുക്കാനും മനുഷ്യരായി ജീവിക്കാനും അവർ അദമ്യമായി ആഗ്രഹിച്ചിരുന്നു. ആ ആഗ്രഹത്തിലേക്കുള്ള വഴി വെട്ടിത്തുറന്നത് വിദേശികളായ ക്രിസ്ത്യൻ മിഷണറിമാരുടെ വരവോടെയായിരുന്നു. അവരുടെ പ്രേരണയാൽ മേൽപ്പറഞ്ഞ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതിനായി പലരും നാട്ടിൽ പ്രചാരത്തിലില്ലാതിരുന്ന ക്രൈസ്തവ മതത്തെ ആശ്ലേഷിച്ചു. ജാതിസ്വത്വത്തെ വലിച്ചെറിയാൻ വേണ്ടിയ പലർക്കും സവർണരിൽ നിന്നും അനേകം പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു. അതിൻ്റെ പേരിൽ പല സംഘടനകളും ഉണ്ടായി. അതിൽ പ്രധാനപ്പെട്ടതാണ് ചാന്നാർ സ്ത്രീകൾ മാറുമറയ്ക്കാൻ നടത്തിയ പോരാട്ടം. മേൽമുണ്ട് കലാപം എന്ന പേരിൽ ചരിത്ര പ്രസിദ്ധമായ ആ സമരം സ്ത്രീ ശാക്തീകരണത്തെ ഉത്തമ ദൃഷ്ടാന്തമാണ്. അവർണരിൽ നിന്ന് തൊട്ടതിനും പിടിച്ചതിനും നികുതി പിരിച്ച ബ്രാഹ്മണർ അവരുടെ ജീവിതം ഉത്സവം പോലെ കൊണ്ടാടി. ഈ രണ്ട് പോയിന്റാണ് പ്രധാനമായിട്ട് എതിർക്കാത്തത്. ഒന്നാമത് മന്നത്ത് പത്മനാഭൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്പൂതിരി മുതൽ നായാടി വരെ എന്ന് പറയും. നിരവധി ഹിന്ദു സമൂഹങ്ങൾ ഒന്നിലും സ്ത്രീകൾ മാറുമറച്ചിട്ടില്ല. ഇത് അവർണർക്കോ ചാന്നാർ സ്ത്രീകൾക്ക് തെക്കൻ തിരുവിതാംകൂറിലോ പ്രത്യേകമായിട്ടുണ്ടായിരുന്ന ഒരു ഒരു മാനക്കേടായിരുന്നില്ല. മാറുമറിക്കാനൊരു ഏർപ്പാട് ഇവിടെ ഇല്ല. നമ്പൂരി സ്ത്രീകളും വീട്ടിലേക്കുമ്പോൾ മാറുമറിക്കില്ല. വെളിയിൽ പോകുമ്പോൾ അവർക്കൊരു പുതപ്പുണ്ട്. മിക്കവാറും നിങ്ങളുടെ ആൾക്കാരുടെ സാധനമുണ്ടല്ലോ തട്ടം, അതിനേക്കാളും തലയും മറിച്ച് ദേഹവും മറിച്ചൊരു പുതപ്പും ഒരു വലിയ മറക്കുടയായാൽ പിന്നെ അവരെ ആരും കാണില്ല. അങ്ങനെയായിരുന്നു അവരുടെ ഒരു ഏർപ്പാട്. പക്ഷെ വീട്ടിൽ നിൽക്കുമ്പോൾ അവർക്ക് മറയൊന്നുമില്ല. അര മറിക്കുന്ന മുണ്ടും തട്ടുടുത്ത് മുകളിൽ മുണ്ട് കൊടുക്കുന്നതല്ലാണ്ട് മേൽഭാഗം മറയ്ക്കുന്ന പതിവ് കേരളത്തിലില്ലായിരുന്നു. സാമൂതിരിയുടെ കോർട്ടിൽ ആദ്യമായി പോർട്ടുഗീസുകാർ വന്നിറങ്ങിയപ്പോൾ സാമൂതിരിയുടെ അംഗരക്ഷരായിട്ട് വാള് പിടിച്ചു നിൽക്കുന്നത് മാറുമറയ്ക്കാത്ത നായർ സ്ത്രീകളാണ്. അപ്പോൾ ഇവിടെ എന്താ സ്ത്രീകൾ മാറുമറയ്ക്കാത്തെന്ന് ചോദിച്ചപ്പോൾ മറുപടി ഇവിടുത്തെ വാളിന് ഉറയുമില്ല എന്നാണ്. അപ്പം അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് ആലോചിച്ചോളൂ. പിന്നെ മാറുമറയ്ക്കാൻ ഉള്ള ശീലം ഉണ്ടായിരുന്നത് നോൺ മലയാളി ഹിന്ദുസ്. തമിഴ് സ്ത്രീകൾ സാരി കൊണ്ടെങ്കിലും മറക്കും. സാരി ചേല കുത്തി കൊടുക്കുന്ന പോലത്തെ ചേല കൊണ്ട് ഒന്ന് മറക്കും. പിന്നെ മുസ്ലിംസ് ആൻഡ് ക്രിസ്ത്യൻസ്. അങ്ങനെയല്ലാതെ ഈ ഹിന്ദുക്കളിൽ ഇത് ഒരു പതിവ്. പിന്നെ ഈ പറഞ്ഞതുപോലെ മുസ്ലിം ഇൻഫ്ലുവൻസ് വന്നിട്ട് പോലും അത് പോയില്ല. മുസ്ലിം നേരിട്ട് ഭരിച്ച സ്ഥലങ്ങളുണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിൽ മുസ്ലിം ആക്രമിച്ച സ്ഥലങ്ങളുണ്ട്. മുസ്ലിം ഇൻഫ്ലുവൻസ് വന്നിട്ട് ഇത് പോയില്ല. ക്രിസ്ത്യൻ ഇൻഫ്ലുവൻസ് വന്നപ്പോൾ ഇത് പോകാൻ കാരണം ക്രിസ്ത്യൻ്റെ കയ്യിൽ, കേരളത്തിൽ സംബന്ധിച്ച് ക്രിസ്ത്യൻ്റെ കയ്യിൽ ഭരണാധികാരം വരുന്നു. അതായത് സായിപ്പിൻ്റെ കയ്യിൽ ഭരണാധികാരം വരുന്നു. സായിപ്പിനെ ഇതൊട്ടും പിടിച്ചില്ല. സായിപ്പിൻ്റെ പ്രേരണയിൽ പറഞ്ഞവിടെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ പിന്നെ അവർക്ക് പ്രോപ്പഗാൻഡ കാണും, അല്ലെങ്കിൽ മുകളിലിരുന്ന സായിപ്പുമാരെ ഡിസപ്രൂവ് ചെയ്ത് പറഞ്ഞു കാണും. അപ്പോൾ കുറച്ച് മാറി വേഗം മാറി, പെട്ടെന്ന് മാറി. അപ്പോൾ തിരുവനന്തപുരത്തെ വളരെ പ്രശസ്തമായ ഒരു നായർ കുടുംബത്തിൽ ഉയർന്ന സർക്കാർ ഉദ്യോഗം വഹിച്ചിരിക്കുകയും ആദ്യമായിട്ട് സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഇറങ്ങുകയും ചെയ്ത ഒരു സ്ത്രീയുണ്ട്. അവർ പറഞ്ഞതായിട്ട് എൻ്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടില്ല. എൻ്റെ അമ്മയെക്കാളും ഒക്കെ പ്രായ കൂടുതലുള്ള സ്ത്രീയാണ് ഇവർ. കൊട്ടാരത്തിൽ മഹാറാണിയെ കാണാൻ ഇവരും മിസസ് കുഞ്ഞൻ ലൂക്കോസ് ഇവിടുത്തെ ആദ്യത്തെ സിവിൽ സർജനാണ്. അപ്പോൾ ആ ക്രിസ്ത്യൻ ലേഡിയും ഈ നായർ ലേഡിയും കൂടെ പോയാൽ ക്രിസ്ത്യൻ ലേഡി മറച്ച് തന്നെയാണ് പോണത്. നീണ്ട ബ്ലൗസ്, കൈയുള്ള ബ്ലൗസും സാരിയൊക്കെ ആയിട്ടാണ് പോകുന്നത്. അവർ സുഖമായി മാറാണിയോട് സംസാരിക്കും. നായർ സ്ത്രീ ചെന്നാൽ ആദ്യം ചെയ്യേണ്ടത് നേരിതും ബ്ലൗസും മാറ്റുക, മറയ്ക്കാതെ വേണം. അതായത് മുകളിലുള്ള സ്ഥാനമുള്ള ഒരാളുടെ മുമ്പിൽ മറയ്ക്കരുത്. അങ്ങനത്തെ ആചാരം നിലനിന്നിരുന്നു. പക്ഷെ ഇത് ചാന്നാർമാർക്ക് മാത്രമാണെന്നുള്ളതോ ഹിന്ദുക്കളിലെ സവർണരെല്ലാം നല്ലോണം ഡ്രസ്സ് ചെയ്തിരുന്നു എന്നുള്ളതോ ശരിയല്ല.
ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ഏറ്റവും മോശം നമ്പൂരി തന്നെയായിരുന്നു. അതിനടുത്ത് വരും നായേഴ്സ്. നായർ സ്ത്രീകൾക്ക് സുഖമായി പിന്നെ കസവ് നേറ്റിട്ടും അമ്പലത്തിലൊക്കെ പോകുമ്പോൾ വളരെ സ്റ്റൈലിൽ തന്നെയായിരുന്നു പോയിരുന്നത്. കാലഘട്ടത്തെ പറ്റി അങ്ങനെ പോകുന്ന ആളുകളെ കണ്ടിട്ടുണ്ടോ? ടീച്ചറിന്റെ ഒരു എൻ്റെ അമ്മൂമ്മമാരെ കണ്ടിട്ടുണ്ട്. അതൊക്കെ പക്ഷേ വളരെ പുരാതന കഥയല്ലല്ലോ. അവരൊക്കെ അമ്പലത്തിൽ പോകുമ്പോഴേക്ക് എൻ്റെ വീട്ടിലെ സ്ത്രീകൾക്ക് അസുഖം അങ്ങനെ ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല. പക്ഷെ നല്ല വെള്ളമുണ്ടും വെള്ളത്തോർത്തുകൊണ്ട് ദേഹം മറിച്ചിട്ടാണ് പോവുക. പക്ഷെ അവിടെ ഒരു അമ്മൂമ്മയുണ്ടായിരുന്നു. ആര് പറഞ്ഞാലും അവരെ ഇത് തോർത്തിട്ടില്ല, ഉഷ്ണിക്കും എന്ന് പറഞ്ഞു. അല്ലാതെ ഷീസ് എക്സ്പോസിങ് ഹെർസെൽഫ് എന്നൊരു തോന്നലേ ഇല്ല. അത് ആണുങ്ങൾ മുമ്പ് നടക്കുന്നുള്ളൂ. ഇത് തോർത്ത് മാത്രമല്ലേ ഇടുകയുള്ളൂ. അല്ലേ, മുണ്ട് ഒരു തോർത്ത്, ഈ രണ്ടാം മുണ്ടെന്ന് പറയും ഈ തോർത്തിന് കുറച്ചുകൂടെ നീളം ഉണ്ടെങ്കിൽ. അതായിരുന്നു ഇവിടുത്തെ പതിവ്. സോ ദാറ്റ് വാസ് സംതിങ് ഓഫ് അവർ പ്രിമേറ്റീവ് കൾച്ചർ. അതങ്ങോട്ട് മാറാനായിട്ട് ഈ ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രൊവക്കേഷനുണ്ട്. തോറും നെല്ലം ഇങ്ങനെ പ്രസംഗിക്കും. ബാക്കിയുള്ളവരെ പാപികളെ മഹാപാപികളെ എന്നൊക്കെ വിളിച്ചാൽ പ്രസംഗം തുടങ്ങുന്നത്. സകല അമ്പലങ്ങളിലെ ആചാരങ്ങളെയും ഒക്കെ പരിഹസിച്ചു. ഇതൊക്കെ വളരെ അന്ധവിശ്വാസവും തെറ്റുമാണെന്നുള്ള രീതിയിലുള്ള പ്രസംഗങ്ങളും അതിൻ്റെ കൂടെ നമ്മുടെ ഈ വേഷങ്ങളിൽ അധിക്ഷേപിക്കുമ്പോൾ പ്രൊവക്കേഷൻ ഉണ്ടാകും. തെക്ക് ഇതുണ്ടാകാൻ ചാന്നാർ സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ളതല്ല, ചാന്നാർ സ്ത്രീകളെ അങ്ങോട്ട് കൺവേർട്ട് ചെയ്തിട്ട് അവർ തമിഴ് ബ്രാഹ്മണരുടെ രീതിയിലുള്ള സാരിയൊക്കെ കൊടുത്തു തുടങ്ങിയപ്പോഴാണ് വരുന്നത്. അവിടെ ബന്ധം ഉണ്ടാവുന്നത്. അല്ലാതെ നായർ പുരുഷന്മാരുടെ അധിക പ്രസംഗം കൊണ്ട് ചാന്നാർ സ്ത്രീകളെ അറ്റാക്ക് ചെയ്യുകയായിരുന്നില്ല. ഇറ്റ് ഈസ് എ മച്ച് മോർ കോംപ്ലക്സ് സിറ്റുവേഷൻ. മറ്റൊന്ന്, ഇത് നമ്മുടെ നാട്ടിൽ മാത്രമുള്ളതല്ല. എന്നിട്ട് ഈ പകുതി ശരീരം നഗ്നമാക്കി നടക്കുക എന്നുള്ളത് വൃത്തിയായിരിക്കാം. പക്ഷെ ഇംഗ്ലണ്ടിലാണെങ്കിൽ 16th സെഞ്ച്വറി ഒടുവിൽ വരെയുള്ള കാര്യം എനിക്കറിയാം. ഇതെപ്പോഴാണ് മാറിയെന്ന് എനിക്ക് തീർച്ചയില്ല. രാജാവിന് പർപ്പിൾ നിറത്തിലുള്ള വെൽവെറ്റും വേറെ എന്തൊക്കെ നിറമുണ്ട്, അത് രാജാവിന് മാത്രമേ ഉപയോഗിക്കാവൂ. പിന്നെ പ്രഭുക്കന്മാർക്ക് ഇന്ന ഉപയോഗിക്കാം, അതിൻ്റെ താഴെയുള്ളവർക്ക് ഇന്ന ഉപയോഗിക്കാം. ഏറ്റവും പാവപ്പെട്ട ആളുകൾ, അതായത് നമ്മുടെ പിള്ളേരുടെയൊക്കെ ഏതാണ്ട് ആ സ്റ്റാറ്റസിലുള്ള വെറും ഒരു ലേബർ ക്ലാസ്, അവർക്ക് 2 ചക്രത്തിൻ്റെ വില പോലും ഇല്ലാത്തതായ പരുക്കൻ കോട്ടൺ തുണി മാത്രമേ ഉടുക്കാൻ നിയമം അനുവദിക്കുന്നുള്ളൂ. അപ്പോൾ ഈ രാജ്യത്ത് മാത്രമുള്ളതല്ല, ഇംഗ്ലണ്ടിലതുണ്ടായിരുന്നെങ്കിൽ യൂറോപ്പിലുണ്ടായിരുന്നിരിക്കണം. അവരുടെ കാലത്ത് ഗ്രീക്സ് ആൻഡ് റോമൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് ഒരു ദിവസം കാലത്തെ കേരളത്തിൽ പുറപ്പെട്ട് കേരളത്തിൽ നമ്പൂതിരിമാർ കൊണ്ടുവന്നതല്ല. കേരള ഹിന്ദുസിൻ്റെ, അതെന്തുകൊണ്ടാണ് ഈ നമ്പൂരി ഹിന്ദുസിന് ഇങ്ങനെ ആയതെന്നും എനിക്കറിഞ്ഞുകൂടാ. എന്നുവെച്ചാൽ തമിഴ് ഹിന്ദുസിൻ്റെ ഡ്രസ്സ് വേറെയാണ്, ഇവരിങ്ങനെയായിരുന്നു. അപ്പോൾ ഈ സവർണരുടെ ഒരു കടന്നുകയറ്റവും ആക്രമണവുമായിട്ട് ഇതിനെ ചിത്രീകരിക്കുന്നതിന് പകരം ദിസ് വാസ് ദ സോഷ്യൽ കണ്ടീഷൻ. അത് മാറുന്നത് പെട്ടെന്നാണ്. മാറുന്നതിന് പല കാരണങ്ങളും അപ്പോൾ ഉണ്ടാവുകയും ചെയ്തു. അല്ലാതെ ഒരു ക്ലാസ്സിനെയോ ഒരു സമുദായത്തിനെയോ മാത്രം കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അടിക്കാൻ ആദ്യം മുമ്പിൽ ഇറങ്ങുന്ന നായന്മാരായിരുന്നു. നല്ല കാര്യത്തിനാലും ചീത്ത കാര്യത്തിനെല്ലാം അവരുടെ കയ്യൂട്ടിലാണ് ഇവിടെ ചേഞ്ചസ് വന്നത് ഒരുപാട്. പിന്നെ വേറൊന്ന്, സവർണരൊക്കെ സുഖമായിട്ട് ജീവിച്ചിരുന്നു എന്ന് പറയുന്ന മഹാകഷ്ടമാണ് കേട്ടോ. നമ്പൂരിയെ പോലെ കഷ്ടപ്പെട്ട് നായന്മാരുമില്ല, ഈഴവരുമില്ല. ഇവർക്ക് ചെത്തകളുണ്ട്, നെയ്ത്തുമുണ്ട്. നമ്പൂരിയുടെ കഷ്ടപ്പാടിനെ പറ്റി അറിയണമെങ്കിൽ അവർ ചിലർ എഴുതിയിരിക്കുന്ന ആത്മകഥ വായിക്കണം. There were very rich Namburi families, very poor Namburi families also. ഒരു കൊച്ചമ്പലം കാണും, അവിടുത്തെ ശാന്തിക്കാരനായിരിക്കും ആ കുടുംബത്തിലെ അച്ഛൻ. ആരെങ്കിലും വഴിപാട് കഴിക്കുകയാണെങ്കിൽ അവിടെ കുറച്ച് ചോറ് കാണും. ഈ ചോറ് വഴിപാട് കഴിക്കുന്ന ആൾക്കാരുടെ 3/4 ഭാഗം അയാൾക്ക് കൊടുക്കും, ബാക്കി ഇത്ര ആയിരിക്കും കാണുക. ചില ദിവസം വഴിപാട് എടുത്തത് പോലെ വിളക്ക് കൊടുത്താലായിരിക്കും, കർപ്പൂരം കത്തിക്കാനായിരിക്കും. കഴിക്കാനുള്ള വഴിപാട് എപ്പോഴും വരണമെന്നില്ല. അയാളെന്ത് ചെയ്യും? ക്ഷേത്രത്തിൻ്റെ കാണിക്കപ്പെട്ടിയിൽ പൈസ കിടപ്പുണ്ടെങ്കിൽ അതിൻ്റെ പുസ്തകം വല്ലതും എടുത്ത് വാങ്ങിക്കാമായിരിക്കാം. പക്ഷേ ഈ കൊച്ചമ്പലങ്ങൾ എന്ന് പറയുന്നതിൽ പൂജ ചെയ്യുന്ന നമ്പൂതിരിമാരുടെ വീട്ടിലെ കഷ്ടപ്പാട്, അത് നമ്മൾ സവർണർ എന്ന് പറയുമ്പോൾ ഇതെന്തോ ഒരു ഭയങ്കര അല്ല. ഇംഗ്ലണ്ടിലെ ലാൻഡ് ഓണിങ് ക്ലാസ് പോലെ there were some such people, no doubt.
ദേവകി നിലയംകൂടിൻ്റെ പുസ്തകങ്ങൾ വായിക്കണം. അപ്പോൾ സമ്പന്നരായ നമ്പൂതിരിമാരുടെ അവരുടെ ഇടയിലുള്ള പിന്നെ വീട്ടിനകത്തെ ക്ലാസ് വ്യത്യാസമുണ്ടല്ലോ, അതുപോലും ഭയങ്കരമാണ്. ഇതിൻ്റെ അകത്തുള്ളത് എന്നുവെച്ചാൽ പാല് ചുറ്റുമുള്ള വീടുകളിലൊക്കെ പശുക്കളുണ്ട്. അപ്പം നമ്പൂരിയുടെ വീട്ടിലുള്ള പിന്നെ പാല് കൂടാതെ ഈ ചുറ്റുമുള്ള 4 ഗൃഹങ്ങളിൽ നിന്ന് ഇവിടെ പാല് വരും.